ഹായ് സുഹൃത്തുക്കളെ, ഞാൻ വന്നിട്ടുണ്ട്. ഇന്ന് ഞാനൊരു കഥയായിട്ടാണ് വന്നത്. എല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ? എല്ലാവർക്കും കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? എനിക്കിഷ്ടമാണ്, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്, വലിയവർക്ക് ഇഷ്ടമാണ്. എന്തായാലും നമുക്കിന്നൊരു കഥ പറയാം. കഥ എന്ന് വെച്ചാൽ ഒരിടത്ത് നടന്ന ഒരു കഥയാണ്. അതാണ് ഞാനിവിടെ പറയാൻ പോണത്. ബാബുവും സോനു എന്ന് പറയുന്ന രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. അവർ കൊച്ചിലൊത്തേ കൂട്ടാണ്, ഒത്താണ് പഠിച്ചത്. എവിടെ പോയാലും ഇവർ ഒത്തേ പോകും. ബാബുവും സോനുവും എവിടെ പോയാലും ഒത്തേ പോകുള്ളൂ കേട്ടോ. അവർ നല്ല കൂട്ടുകാരാണ്. രണ്ടുപേരും ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കവേ നമ്മുടെ ബാബു ചോദിച്ചു സോനുവിനോട്, നമുക്കിന്ന് ഒരു സിനിമയ്ക്ക് പോയാലോ വൈകിട്ട്? അപ്പോൾ സോനു പറഞ്ഞു, പോവാടാ. അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു ബാബു സോനുവിൻ്റെ അടുത്ത്. അപ്പോൾ സോനു പറഞ്ഞു, ശരി, അങ്ങനെ പിന്നെ നമുക്ക് വൈകിട്ട് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ബാബുവും സോനുവും ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി. അങ്ങനെ ബാബു വീട്ടിൽ ചെന്ന് കുളിച്ചൊക്കെ ഒരുങ്ങിട്ട് സോനുവിനെ വിളിക്കുകയാണ്, ഡാ ഞാൻ അങ്ങോട്ട് വരട്ടാ. അപ്പം സോനു പറഞ്ഞു, ഡാ നീ തിയേറ്ററിലേക്ക് പൊക്കോ, ഞാനങ്ങ് വരാം. അമ്മയ്ക്ക് ചെറിയൊരു പനി, അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ ഡോക്ടറെ ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് അമ്മയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാനങ്ങ് തിയേറ്ററിലേക്ക് വരാം, നീ പൊക്കോളാൻ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ബാബു തിയേറ്ററിലേക്ക് പോയി. അവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടും സോനുവിനെ കണ്ടില്ല. അപ്പോൾ ബാബു സോനുവിനെ ഫോൺ വിളിച്ചപ്പോൾ സോനു പറഞ്ഞിട്ട്, അമ്മയെ ഡോക്ടറെ കാണിക്കുന്നേ ഉള്ളൂ, നീ എന്തായാലും നിനക്ക് ടിക്കറ്റ് എടുത്ത് കയറി, ഞാൻ അപ്പോഴത്തേക്ക് അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ബാബു ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്ത് കയറി. അപ്പോൾ സിനിമ തുടങ്ങി, കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ബാബുവിൻ്റെ മനസ്സിൽ സോനു വന്ന് കാണൂ, ഇനിയിപ്പം സിനിമ തുടങ്ങി, ഫോൺ വിളിക്കേണ്ട, ആളുകൾ കേൾക്കില്ലേ, എന്തായാലും ഇൻ്റർവെല്ലാകുമ്പോഴത്തേക്ക് സോനുവിനെ വിളിക്കാം എന്ന് ബാബു വിചാരിച്ചു. ഇൻ്റർവെല്ലായപ്പോൾ സോനുവിനെ വിളിച്ചു. അപ്പോൾ സോനു പറഞ്ഞു, ഞാൻ വന്നില്ലടാ, അമ്മയ്ക്ക് സുഖമില്ല, പനി ആയതുകൊണ്ട് ട്രിപ്പ് ഇറക്കി ഇട്ടേക്കുന്നു, അതുകൊണ്ട് വരാൻ പറ്റില്ല. നീ എന്തായാലും കാണ്, സിനിമ എങ്ങനെ ഉണ്ടളിയാന്ന് ചോദിച്ചു. സിനിമ കൊള്ളാളിയാ, എങ്കിൽ പിന്നെ നാളെ ഞാൻ വന്ന് കാണാം, എന്തായാലും നീ ഇന്ന് കാണാൻ പറഞ്ഞു. ശരിയടാ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബാബു സിനിമ കണ്ട് ഇറങ്ങി. വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ ബാബു പോവുകയാണ്. അപ്പോൾ ബാബുവിൻ്റെ മനസ്സിൽ, ഇപ്പോൾ രാത്രി 12 മണിയായി, ഇനി വീട്ടിൽ ചെന്ന് അമ്മയെ വിളിച്ചുണർത്തണ്ട, അമ്മയ്ക്ക് ബുദ്ധിമുട്ടല്ലേ, അമ്മ കിടന്നുറങ്ങട്ടെ, പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് ബാബു മനസ്സിൽ വിചാരിച്ചു. അപ്പോഴത്തേക്ക് ബാബു വണ്ടി ഓടിച്ച് കുറച്ചങ്ങോട്ട് വന്നപ്പോൾ ഒരു തട്ടുകടയിൽ കുറേ ആളുകൾ നിൽക്കുന്നു. അങ്ങനെ ബാബു വണ്ടി അവിടെ നിർത്തിയിട്ട് തട്ടുകടയിൽ കയറി ദോശയും ആംപ്ലേറ്റും ചമ്മന്തിയൊക്കെ മേടിച്ച് കഴിച്ചതിന് ശേഷം പൈസയും കൊടുത്തിട്ട് ബാബു വണ്ടി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു ബാബുവിൻ്റെ വീട്ടിലേക്ക്. ബാബു വണ്ടി ഓടിച്ചുകൊണ്ട് നിന്നപ്പം ചിന്തിച്ചു, സോനുവിൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ടാ എന്തോ, പനിയാണ്, ട്രിപ്പ് ഇറക്കി ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നാൽ എന്തോ, ഒന്ന് വിളിച്ചാലോ? വേണ്ട, 12 മണി കഴിഞ്ഞ്, ഇനി വിളിക്കേണ്ട, അവൻ കിടന്നുറങ്ങട്ടെ, നാളെ രാവിലെ അവനെ വിളിച്ച് ചോദിക്കാം, അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാമെന്ന് ബാബു മനസ്സിൽ വിചാരിച്ച് വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോയി. നല്ല പടം ആയിരുന്നു ലാലേട്ടൻ്റെ. എന്തായാലും അവന് കാണാൻ ഒത്തില്ല. അവൻ്റെ അടുത്ത് നാളെ പോയി കാണണമെന്നൊക്കെ പറയാം എന്നൊക്കെ പറഞ്ഞ് റോട്ടിലൊക്കെ നല്ല തിരക്കുണ്ട്, ആളുകളൊക്കെ സിനിമ കണ്ടിട്ട് പോകുന്നു, കാറും ബൈക്കും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാബുവിൻ്റെ വീട്ടിലോട്ട് പോകാൻ ഒരു ഇടവഴി കൂടി കയറി പോകണം. അങ്ങനെ ബാബു ഒരു ഇടവഴിയിലോട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് കയറിയതും പെട്ടെന്നൊരു സൗണ്ട് കേട്ട്. അപ്പോൾ ബാബു ഒന്ന് ഞെട്ടി, എന്താ? അപ്പോൾ നോക്കിയപ്പോൾ വണ്ടി അനങ്ങുന്നില്ല, വണ്ടി പാച്ചായതാണ്. അങ്ങനെ ബാബു എന്ത് ചെയ്യാനെന്ന് പറയും, ഇനി ഈ രാത്രി 12 മണിക്ക് ആരെ വിളിക്കാൻ? ബാബു ഇനിയിപ്പോൾ എന്തായാലും വണ്ടിയും തള്ളിക്കൊണ്ട് വീട്ടിൽ പോയാലേ പറ്റുള്ളൂ എന്ന് ബാബു മനസ്സിൽ വിചാരിച്ച് വണ്ടിയും തള്ളിക്കൊണ്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഭയങ്കരമായ പട്ടി ഓരിയിടുന്ന സൗണ്ട്. അത് കേട്ട് ബാബുവിനൊരു വിഷമം, എന്തോ ഈ പട്ടികൾ ഇങ്ങനെ ഇടന്ന് വിളിക്കുന്നത് എന്തിന്? മിക്ക വീട്ടുകളിലും ലൈറ്റില്ല, എല്ലാവരും നല്ല ഉറക്കമാണ്, നല്ല നിശബ്ദത, നല്ല കുറ്റാങ്കുറ്റി ഇരുട്ട്. ബാബുവിനുള്ളിലൊരു പേടി തോന്നി. ബാബു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പോഴോ അവിടെ അയ്യങ്ങളിലൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്, അവിടെയൊക്കെ അനങ്ങുന്നു, ഓരോന്ന് അനങ്ങുന്ന സൗണ്ടുകൾ. അപ്പോൾ ബാബുവിനൊരു ഉള്ളിലൊരു പേടി. എന്നാലും ബാബു ധൈര്യം സംഭരിച്ചുകൊണ്ട് ബൈക്കും തള്ളി പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി എന്തായാലും കുറച്ച് കൂടി പോയാൽ എൻ്റെ വീടെത്തുമല്ലോ. ബാബുവിൻ്റെ മുന്നിൽ ഒരു പട്ടി വന്ന് ചാടി. ബാബു പേടിച്ചു പോയി, ഞെട്ടിപ്പോയി. ബാബു നിന്ന് വിറച്ചു പോയി, വിയർത്ത്. പെട്ടെന്ന് വണ്ടി തള്ളിക്കൊണ്ട് വീട്ടിൻ്റെ വാതിൽക്കലെത്തിയപ്പോൾ അവിടെ ആരോ ഒരാൾ നിൽക്കുന്നു, നല്ല വെട്ടം, ഒരു വെട്ടം അടിക്കുന്നു. ആരാണെന്ന് അറിയില്ല. ബാബു നിങ്ങളാരാ എന്ന് ചോദിക്കുന്നു, അനങ്ങുന്നില്ല. ബാബു ഉറക്കെ ചോദിക്കുന്നു, തൊണ്ട ഇടറി. അപ്പോഴാ വീട്ടിൽ ലൈറ്റ് ഇട്ടു. അപ്പോഴും നോക്കിയപ്പോൾ അമ്മയുടെ സാരി അവിടെ കഴുകിയിട്ടേക്കുകയായിരുന്നു. അമ്മ ചോദിച്ചു, എന്താ മോനെ? ഒന്നുമില്ല. പിന്നെ നീ എന്താ ആരാന്ന് ചോദിച്ചേ? ഒന്നുമില്ല. എന്താ നീ ഇത്രയും താമസിച്ചത്? അത് സിനിമ കണ്ടിട്ട് വരെയാണ്, ആകെ വിയർത്തല്ലോ നീ. ഒന്നുമില്ല, എന്താ നിനക്ക് എന്ത് പറ്റി എന്ന് അമ്മ ചോദിച്ചു.